ഇന്ന് ലോക കടുവ ദിനം. കടുവകളുടെ സംരക്ഷണത്തെക്കുറിച്ചും അവയുടെ ആവാസ വ്യവസ്ഥകളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും ജൂലൈ 29-ന് അന്താരാഷ്ട്ര കടുവ ദിനം ആചരിക്കുന്നത്. 2010-ൽ റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ടൈഗർ സമ്മിറ്റിലാണ് ജൂലൈ 29 രാജ്യാന്തര കടുവ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ആദിവാസികളെയും തദ്ദേശീയ സമൂഹങ്ങളെയും ഹൃദയത്തിൽ ഉൾപ്പെടുത്തി കടുവകളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നതാണ് ഈ വർഷത്തെ കടുവ ദിന സന്ദേശം. കടുവകൾക്കൊപ്പം അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര കടുവ ദിനം ലക്ഷ്യമിടുന്നത്. കടുവ ഇല്ലാത്ത കാടും കാടില്ലാത്ത കടുവയും നാടിനാപത്താണെന്ന് പറയാറുണ്ട്. കടുവയുടെ സംരക്ഷണം മനുഷ്യൻ ഉൾപ്പെടെയുള്ള ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് ഓർമ്മപ്പെടുത്താനാണ് ലോക കടുവാ ദിനം ആചരിക്കുന്നത്. വെള്ളക്കടുവ, റോയൽ ബംഗാൾ കടുവ, സൈബീരിയൻ കടുവ തുടങ്ങി വിവിധയിനം കടുവകൾ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ വനപ്രദേശങ്ങളിൽ വസിക്കുന്നുണ്ട്. പാന്തോറ ടൈഗ്രിസ് എന്നാണ് കടുവയുടെ ശാസ്ത്രനാമം. റോമാക്കാരാണ് കടുവയെ ടൈഗ്രിസ് എന്ന് ആദ്യമായി വിളിച്ചത്. അമ്പിൻ്റെ വേഗത്തെ സൂചിപ്പിക്കുന്ന ടൈഗ്ര എന്ന പേർഷ്യൻ പദത്തിൽ നിന്നാണ് ടൈഗർ ഉണ്ടായത്. കടുവ ഇല്ലാത്ത പ്രമുഖ വനമേഖലയാണ് ആഫ്രിക്കൻ കാടുകൾ. ഒരു കടുവയുടെ ശരാശരി ആയുസ് കാട്ടിൽ 15 മുതൽ 20 വർഷം വരെയാണ്. എന്നാൽ മൃഗശാലകൾ, സംരക്ഷിത പാർക്കുകൾ തുടങ്ങിയിടങ്ങളിൽ 26 വർഷം വരെ കണ്ടിട്ടുണ്ട്. വനങ്ങൾ, പുൽമേടുകൾ, കണ്ടൽക്കാടുകൾ എന്നിവയാണ് കടുവകളുടെ ആവാസ സ്ഥലങ്ങൾ. മാംസഭോജികളാണ് കടുവകൾ. സസ്യഭുക്കുകളായ വലിയ മൃഗങ്ങളെയാണ് സാധാരണയായി കടുവകൾ വേട്ടയാടുന്നത്. തനിച്ച് സഞ്ചരിക്കുന്ന കടുവകൾക്ക് രാത്രിയാത്രകളാണ് ഇഷ്ടം. ഏഷ്യയിലെ സൈബീരിയ, ഇന്ത്യ, ചൈന, ജാവ, സുമാത്ര, നേപ്പാൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ കടുവകളുള്ളത്. ലോകത്തിന്ന് അവശേഷിക്കുന്ന കടുവകളുടെ ഭൂരിഭാഗവും ഇന്ത്യൻ കാടുകളിലാണെന്ന് പറയാം. കടുവയ്ക്ക് ഏതാണ്ട് 8 അടിയോളം നീളവും 190 മുതൽ 240 കിലോ വരെ ഭാരവുമുണ്ടാകും. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ കണക്കുകൾ പ്രകാരം ഒരു നൂറ്റാണ്ട് മുൻപ് ഏകദേശം 1 ലക്ഷം കടുവകളാണ് ലോകമാകമാനമുള്ള വനങ്ങളിൽ സ്വൈരവിഹാരം നടത്തിയത്. എന്നാൽ ഇന്ന് ആഗോളതലത്തിൽ ഏകദേശം 3900 കടുവകളാണ് കാടുകളിൽ അവശേഷിക്കുന്നതെന്നാണ് കണക്ക്. ഇവയിൽ ചില ഉപജാതികളുമുണ്ട്. ബംഗാൾ കടുവകൾ 2500 എണ്ണം, ഇൻഡോ ചൈനീസ് കടുവകൾ 350-ൽ താഴെ വരൂ. മലയൻ കടുവ ഇനമാകട്ടെ 250-ൽ താഴെയും, സുമാത്രൻ കടുവകൾ 300-ൽ താഴെയും, സൈബീരിയൻ കടുവ 500-ൽ താഴെയുമായി കാണപ്പെടുന്നു. ദക്ഷിണ ചൈന എന്നൊരു കടുവ ഇനമുണ്ടായിരുന്നു. അവയിൽ ഒന്നിനെ പോലും കടുവകളുടെ സെൻസസിൽ കണ്ടെത്താനായില്ല. വംശനാശം സംഭവിച്ചുവെന്ന് കരുതുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ കടുവകളുള്ള രാജ്യം ഏതാണെന്നറിയാമോ? കടുവയെ ദേശീയ മൃഗമായി അംഗീകരിച്ച നമ്മുടെ ഇന്ത്യ തന്നെയാണ് ഒന്നാമത്തെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള രാജ്യം. 2022 കണക്കനുസരിച്ച് ഇന്ത്യയിലെ കടുവകളുടെ എണ്ണം 3682 ആയിരുന്നു. ആഗോളതലത്തിലുള്ള കാട്ടുകടുവ ജനസംഖ്യയുടെ 75% ഇന്ത്യയിലാണെന്നർത്ഥം. അവയെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് രാജ്യം പ്രാധാന്യം നൽകുന്നു. 78,735 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള 55 കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇത് രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തിൻ്റെ ഏകദേശം 2.4% വരും. എങ്കിലും കൃത്യമായ ഈ സംരക്ഷണ ശ്രമങ്ങൾക്കിടയിലും വേട്ടയാടൽ കടുവ സംരക്ഷണത്തിന് ഒരു ഭീഷണിയായി തുടരുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ വേട്ടയാടൽ ഉൾപ്പെടെയുള്ള കാരണങ്ങളെ തുടർന്ന് 628 കടുവകൾ ചത്തു. കഴിഞ്ഞ വർഷം മാത്രം ചത്തത് 178 കടുവകളാണ്. കൂടാതെ മനുഷ്യ വന്യജീവി സംഘർഷം പോലുള്ള വെല്ലുവിളികൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. ലോകത്ത് കടുവകൾക്ക് ഒരേയൊരു ശത്രുവേ ഉള്ളൂ, അത് മനുഷ്യരാണ് എന്നതാണ് യാഥാർത്ഥ്യം.